കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രി CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് PV സത്യനാഥിനെ മൃഗീയമായ രീതിയിൽ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. CPIMൻ്റെ ഉത്തമനായ സംഘാടകരും ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവുമായിട്ടാണ് സത്യനാഥ് കൊയിലാണ്ടി പട്ടണത്തിൽ ചുറ്റുവട്ടങ്ങളിൽ പ്രവർത്തിച്ച് വരുന്നത്. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. ഒരാളെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തണം. അവരെയെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാവണം. കർശനമായ നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രിയാണ് ശവസംസ്കാരം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചത്. 3 മണി മുതൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊയിലാണ്ടിയിൽ പൊതുദർശനത്തിന് വെക്കാനും പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുപറമ്പിൽ ശവസംസ്കാരം നടത്തും എന്നാണിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വളരെ ആകസ്മികമായി ഉണ്ടായ ഈ കൊലപാതകം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ, ഇവരെയെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയണം എന്ന് തന്നെയാണ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പാർട്ടി മെമ്പറായിരുന്നു, മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകൾക്ക് വിധേയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നീട് ഗൾഫിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം ഇതുപോലുള്ള വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അതിപ്പോഴും പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങൊക്കെ നോക്കുമ്പോൾ നമുക്കെതിരാണ്, പാർട്ടിക്കെതിരായിട്ടുള്ള പോസ്റ്റിങ്ങാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടി പുറത്താക്കിയതാണ്. പാർട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പോയി പിന്നീട് ഗൾഫിലൊക്കെ പോയി തിരിച്ച് വന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് ഇവർ തമ്മിൽ വലിയ ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരായിട്ടുള്ളൊരു വലിയ പക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാകാൻ സാധിച്ചത്.